Thrippunithura RLV College is here installations, 14 work in the installations. So, that's RLV College in the installation of the whole lake and care with Matana Haishan. Cherdum will my Otana installations out in day. I care with Matana student day out the particular with Yardiana and the paper guiding get to do it and the Q chain and some more in the hanging the Trikin, Third taking Valchit. Otherwise, Tirinum or Nimbo, the Yaman Parasperam, and wrote teacher again. Good side is light to the one and the shade, motherly side Latikin. Upon some bone for Cherno kind of lemons lather, our third, the Kortu point market, our point in the Kumbala. BA Free Soul എന്നാണെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. BA Free Soul എന്നുള്ള ഒരു വർക്കിന്റെ വർക്ക് ചെയ്ത ആർട്ടിസ്റ്റ് നമ്മുടെ കൂടെ ഉണ്ട്. അനഘ എന്നാണ് പേര്. അപ്പോൾ അനഘ തന്നെ ഇതിനെക്കുറിച്ച് എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു തരുമോ? അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഐഡിയ ഇങ്ങനെ വരാനുള്ള കാരണം? ആക്ച്വലി ഇത് നമുക്ക് ഒരു ക്ലാസ് വർക്കിന്റെ ഭാഗമായിട്ട് വന്നതാണ്. അതൊരു മെൻസ്ട്രൽ കപ്പിന്റെ അവയർനെസ് അതായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് തന്ന വർക്കാണ്. അപ്പോൾ ക്ലാസ് വർക്കായിട്ട് നമ്മൾ തുടങ്ങിയതാണ്. പിന്നീട് അതൊരു എക്സിബിഷൻ ആളുകൾക്ക് എത്തിക്കണം ആ ഒരു ഇതിലേക്ക് എത്തി. അപ്പോൾ നമ്മൾ ആൾക്കാർക്ക് കാണുമ്പോൾ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയാൽ വേണം. അതുപോലെ തന്നെ സംഭവം എന്താണെന്നുള്ളത് അവർക്ക് മനസ്സിലാവണം. അവർക്കത് അവയർനെസ് ആയിട്ട് അത് എത്തുകയും വേണം. അപ്പോൾ അങ്ങനെ ചെയ്താണ്. അപ്പോൾ നമുക്ക് 14 പേരുണ്ട്. 14 പേരുടെ വർക്ക് ഇവിടെ ഉണ്ട്. 14 പേരുടെ വർക്ക് ഇവിടെ ഉണ്ട്, ഇൻസ്റ്റലേഷൻസ് ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്കെല്ലാം ഒന്ന് വീഡിയോയിൽ പെട്ടെന്ന് കണ്ടുപോകാം. ടൈപ്പോഗ്രാഫിയിലൂടെ മെൻസ്ട്രൽ കപ്പിനെ കുറിച്ചുള്ള ഒരു അവബോധം ആളുകളിൽ വളർത്തുക എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് ഈ ഒരു സംഭവം, ഈ ഒരു ഇൻസ്റ്റലേഷൻസ് ഇവിടെ നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നുണ്ടോ പാഡ് ഫ്രീ പീരീഡ്സ് എന്ന്? അത് എഴുതിയേക്കണതല്ല, അത് അവിടെ കട്ട് ചെയ്ത് വെച്ചേക്കണ കാർഡിൽ കൂടി ലൈറ്റിൻ്റെ ഷെയ്ഡ് അകത്തേക്ക് അടിക്കുമ്പോൾ നമുക്ക് കാണുന്നൊരു ലെറ്ററിങ് ആണ്. അതിൻ്റെ വർക്ക്, അതിൻ്റെ ഒരു ഐഡിയ എനിക്ക് വളരെ ഭംഗിയായിട്ട് തന്നെ തോന്നി. അപ്പോൾ ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥി തന്നെയായിട്ടുള്ള ആദ്യത്തിൻ്റെ ഒരു വർക്കാണ് ഈ നിങ്ങൾ കാണുന്നത്. ആശയം വളരെ ഭംഗിയായിട്ട് എനിക്ക് തോന്നി. എൻ്റെ പേര് മനു മോഹൻ. ഞാനിവിടെ NSSൻ്റെ പ്രോഗ്രാം ഓഫീസറും ഇവരുടെ ക്ലാസ് ടീച്ചറുമാണ്. നമ്മളൊരു പൊതുസമൂഹത്തിന് ഗുണം ചെയ്യുന്ന ഒരു വർക്ക് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഈ ഒരു ഇൻസ്റ്റലേഷന് തുടക്കമിട്ടത്. നമ്മൾ ക്ലാസ്സിൽ ചെയ്ത ഒരു വർക്ക് പിന്നീടൊരു നമ്മുടെ നാഷണൽ സർവീസ് സ്കീമിനെയും അപ്ലൈഡ് ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റൊക്കെ ബാനറിൽ തൃപ്പൂണിത്തുറ നഗരസഭ, കൊച്ചിൻ ഷിപ്പ്യാർഡ്, HLL, അതുപോലെ തന്നെ നവകേരള സദസ്സ്, മഹാത്മാ ഗ്രന്ഥശാല എന്നിവരുടെ സഹായത്തോടെ ഒരു വലിയ പൊതുജനങ്ങളെ എല്ലാം കാണാവുന്ന രീതിയിലുള്ള ഒരു വലിയൊരു ഇൻസ്റ്റലേഷനാക്കി മാറ്റുകയാണ് ചെയ്തത്. ഇൻസ്റ്റലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പ് കൂടിയിട്ട് ഒരു പ്രത്യേക സബ്ജക്റ്റിൽ വ്യത്യസ്ത തരത്തിലുള്ള മെറ്റീരിയൽസുകളെല്ലാം ഉപയോഗപ്പെടുത്തിയിട്ട് ചെയ്യുന്ന ഗ്രൂപ്പായിട്ടുള്ള ഒരു വർക്കാണ്. ഗ്രൂപ്പായിട്ട് ചെയ്തൊരു സ്പേസിൽ അത് അപ്ലൈ ചെയ്യുമ്പോഴാണ് അതിന് ഒരു രൂപവും ഭാവവും ഒരു വിഷയത്തിലേക്ക് കടന്നു വരുന്നത്. ഇവിടെ ചെയ്തിരിക്കുന്നത് ഇവർ ടൈപ്പോഗ്രഫിയുടെ ഒരു ഇൻസ്റ്റലേഷനാണ്. ഞാനിവിടെ ടൈപ്പോഗ്രഫി പഠിപ്പിക്കുന്ന അധ്യാപകനുമാണ്. അപ്പോൾ നാഷണൽ സർവീസ് സ്കീമിൻ്റെ പ്രോഗ്രാം ഓഫീസർ എന്ന രീതിയിൽ അതിനെയും കൂടി ഉപയോഗപ്പെടുത്തിയിട്ട് നമ്മളതിനെ ഒരു മെൻസ്ട്രൽ കപ്പിൻ്റെ ക്യാമ്പയിൻ എടുക്കുകയാണ് ചെയ്തത്. 2018 മുതൽ HLL, കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ എല്ലാം സഹായത്തോടു കൂടി ഈ മെൻസ്ട്രൽ കപ്പിൻ്റെ ക്യാമ്പയിൻ ഈ പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ പ്രത്യേകിച്ച് തൃപ്പൂണിത്തുറ ഭാഗത്ത് നടത്തുന്നതാണ്. കാരണം നമ്മൾ 5000 ടണ്ണോളം വേസ്റ്റാണ് ഈ സാനിറ്ററി നാപ്കിൻ വഴി നമ്മുടെ സമൂഹത്തിൽ വർഷത്തിൽ 5 വർഷം കൂടുമ്പോൾ രൂപപ്പെടുന്നത്. അപ്പോൾ അതിനൊരു പ്രതിവിധിയായിട്ടാണ് മെൻസ്ട്രൽ കപ്പ് പരിചയപ്പെടുത്തുകയും കേരള ഗവൺമെൻറ്റും ഇന്ത്യ ഗവൺമെൻറ്റും എല്ലാം ഇതിനെ മെൻസ്ട്രൽ കപ്പിൻ്റെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള ക്യാമ്പയിനുകളും പല CSR ഫണ്ടുകൾ ഉപയോഗപ്പെടുത്തി സൗജന്യമായിട്ട് കൊടുക്കുകയെല്ലാം ചെയ്തു വന്നത്. അപ്പോൾ നമുക്ക് തന്നെ അറിയാം, നമ്മുടെ വീടുകളിലൊക്കെ ഇതിൻ്റെ ഒരു വേസ്റ്റ് മനുഷ്യൻ തന്നെ സൃഷ്ടിച്ച ഒരു ഇതാണ്. നമ്മുടെ ആദ്യകാലങ്ങളിൽ നമ്മളൊന്നും ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരുന്നൊരു സാധനമല്ല. ആഗോളവൽക്കരണത്തിൻ്റെയും എല്ലാത്തിൻ്റെയും കടന്നുവരവിൻ്റെ അടിസ്ഥാനത്തിൽ വാണിജ്യവൽക്കരണത്തിൻ്റെയും എല്ലാ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ട് നമ്മൾ തന്നെ സൃഷ്ടിച്ച ഒരു മാലിന്യമാണ്. ഇന്ന് അത് തന്നെ നമ്മൾ മാറ്റി പുതിയൊരു ഇതിലേക്ക് മാറ്റുവാൻ വേണ്ടി ക്യാമ്പയിനുകളും എല്ലാമായിട്ട് മുന്നോട്ട് ഇറങ്ങുന്നു. അപ്പോൾ മെൻസ്ട്രൽ കപ്പ് ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ ഒരു മെൻസ്ട്രൽ കപ്പ് 5 വർഷം ഉപയോഗിക്കാമെന്നാണ് പറയുന്നത്. കൃത്യമായി വാഷ് ചെയ്ത് അത് ശുചിയായിട്ട് കൊണ്ടുകിടന്നാൽ 5 വർഷം ഒരു മെൻസ്ട്രൽ കപ്പ് ഉപയോഗപ്പെടുത്താൻ പറ്റും. അപ്പോൾ തന്നെ നമുക്കറിയാം എത്രത്തോളം വലിയ മാലിന്യത നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റാൻ കഴിയുന്നു.
അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇതോടൊപ്പം തന്നെ കോളേജിൽ 184 പേർക്ക് മെൻസ്ട്രൽ കപ്പ് സൗജന്യമായിട്ട് കൊടുക്കുക തന്നെ ചെയ്തു. HLL-ഉം കൊച്ചിൻ ഷിപ്പ്യാർഡും നഗരസഭയുടെയൊക്കെ സഹകരണത്തോടെ. ഈ പ്രദർശനം ആരംഭിച്ചതിന് ശേഷം 40ഓളം പേര് ഈ പ്രദർശനം കാണുവാൻ വേണ്ടി വന്നവർ മെൻസ്ട്രൽ കപ്പ് ഇവിടെ നിന്ന് എടുക്കുകയുണ്ടായി. കാരണം അവിടെ HLL-ൻ്റെ ഷിപ്പ്യാർഡിൻ്റെ ഹെൽപ്പ് ഡെസ്ക് വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് ഇത് എങ്ങനെ യൂസ് ചെയ്യണതിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ കപ്പ് കൊടുത്ത് 40ഓളം പേരെ കൊടുക്കാൻ കഴിഞ്ഞു. വിവിധ കോളേജുകളിലെയും സ്കൂളുകളിലെയും കുട്ടികളെല്ലാം സന്ദർശിച്ചുകൊണ്ടിരിക്കുന്നു. ഉറക്കെ പറയേണ്ട വിഷയം നമ്മൾ ഉറക്കെ രഹസ്യമായി പറഞ്ഞുകൊണ്ടിരുന്നത് ഈ നമ്മൾ ഉറക്കെ പറയുന്ന രീതിയിലേക്ക് മാറ്റി സൃഷ്ടിക്കുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഈ ഇൻസ്റ്റലേഷനും കാര്യങ്ങളൊക്കെ ആളുകൾക്ക് നേരിട്ട് കാണാനുള്ള അവസരം നവംബർ 18 വരെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോഴേക്കും ആ ഡേറ്റ് കഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നേരിട്ട് കാണാൻ വരാത്തവർക്ക് വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാ കാര്യങ്ങളും മനസ്സിലാകാത്ത രീതിയിൽ ഞാൻ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് തന്നെ നമ്മുടെ വീഡിയോയിൽ പകർത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വർക്ക് ഉണ്ടോ, 0 വേസ്റ്റ് പീരിയഡ്സ് എന്നുള്ളത് ആ ലെറ്ററിങ് അതും ഹാങ് ചെയ്തിട്ടിരിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഷെയ്ഡ് മതിലടിക്കുമ്പോഴാണ് നമുക്കത് വായിക്കാൻ പറ്റുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു വർക്ക് ഇവിടുത്തെ സ്റ്റുഡൻ്റ് ആയിട്ടുള്ള വിജയറാം ചെയ്തൊരു വർക്കാണ്, കപ്പ് ഓഫ് കംഫർട്ട്. ഇതും ഇവിടുത്തെ വർക്കുകളെല്ലാം ഇവിടുത്തെ സ്റ്റുഡൻസിന് ചെയ്തതാണ്. അതിൻ്റെ ലെറ്ററിങ്ങിൻ്റെ സ്റ്റൈലും അത് ഒട്ടിച്ച് വെച്ചിരിക്കുന്ന സ്റ്റൈലൊക്കെ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. മെൻസ്ട്രൽ കപ്പിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് അനന്തു പി റജി ചെയ്തൊരു വർക്കാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വർക്ക് ഇവിടെ ക്ലാസ്സിൽ തന്നത് തന്നെ ഈ സാനിറ്ററി പാഡിൻ്റെ യൂസേജ് കുറയ്ക്കാൻ വേണ്ടിയാണ്. അപ്പോഴത്തേക്ക് അങ്ങനെ ചിന്തിച്ച് വന്നപ്പോഴാണ് ഈ വർക്കിനെ പറ്റി എനിക്ക് കിട്ടിയത്. നമുക്ക് പാഡ് ഉപയോഗിക്കുമ്പോൾ ഈ ബ്ലഡിൻ്റെ ലീക്കേജും കാര്യങ്ങളും പിന്നെ അതുകൊണ്ട് പൊല്യൂഷൻ ആവുന്നു. അതിൻ്റെ ഒരു പാഡിൻ്റെ തന്നെ വലിയൊരു പൊല്യൂഷൻ അതും കൂടെ തടയാൻ വേണ്ടിയാണ്. പിന്നെ കപ്പിനെയും കൂടെ പ്രൊമോട്ട് ചെയ്തും കൂടെ എൻ്റെ വർക്ക് വരുന്നത്. ഇതിൽ വരുമ്പോൾ കപ്പിൽ യുവിൽ അത് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിലാണ് വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ റോസ് വെച്ചേക്കുന്നത് തന്നെ ബ്ലഡിന് റെപ്രസെൻ്റ് ചെയ്തിട്ട് റോസ് വെച്ചിരിക്കുന്നത്. റോസ് കുറച്ചുകൂടെ കംഫർട്ടബിലിറ്റി കൂടെ ഫീൽ ചെയ്യിപ്പിക്കുന്ന രീതിയിലാണ് റോസ് വയ്ക്കാൻ കാരണമായിട്ടുള്ളത്. ജോയിൻ ദ കപ്പ് റെവല്യൂഷൻ ഫോർ എ ഗ്രീനർ ടുമാറോ. അപ്പോൾ ഈ ഒരു വർക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇതൊരു ത്രെഡ് വർക്കാണ്. അതായത് ഒരുപാട് ആണികൾ ആ ഒരു സ്ഥലത്ത് അടിച്ചു വെച്ചിട്ട് അതിൽ ത്രെഡ് കൊണ്ട് ചെയ്തിരിക്കുന്ന ഒരു വർക്കാണ്. വളരെ ഫിനിഷിങ്ങോടുകൂടി തന്നെ ചെയ്തിട്ടുണ്ട്. പല പല കളറിലുള്ള നൂലുകൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും അതെല്ലാം കൂടി മിക്സപ്പ് ആയിട്ടില്ല, കുഴഞ്ഞു മറിഞ്ഞിട്ടില്ല. ഓരോ കളറിലെ നൂല് ഓരോ സൈഡുകളിലായിട്ട് ചെയ്തിട്ടുണ്ട്. ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഫിനിഷിങ് കൂടി മനസ്സിലാവും. ആ രീതിയിലാണ് അവർ ചെയ്തിരിക്കുന്നത് കേട്ടോ. ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്ന എല്ലാത്തരം വർക്കുകളും 3rd ഇയർ BFA അപ്ലൈഡ് ആർട്ട് സ്റ്റുഡൻസ് ചെയ്ത വർക്കുകളാണ്. ആ ഒരു ക്ലാസ്സിൽ കൊടുത്ത ഒരു വർക്ക് ഇപ്പോൾ ഒരു എക്സിബിഷനായിട്ട് മാറിയതാണ്. അപ്പോൾ ഇത് റിക്കാസ് ഇബ്രാഹിമിൻ്റെ ഒരു വർക്കാണ് ഇപ്പോൾ കണ്ടത് കേട്ടോ. ഇനി ഇതൊരു ആ റൂമിൻ്റെ കോർണർ, ആ ഹോളിൻ്റെ കോർണറിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു വർക്കാണ്. ശരിക്കും പറഞ്ഞാൽ 3D ലെറ്ററിങ് പോലെയാണ് നമുക്കത് ഫീൽ ചെയ്യുക. ഫീൽ ഫ്രഷ് ലൈക്ക് എ ഫ്ലവർ. അതിൻ്റെ ഒരു വാക്യവും കൂടി സൂപ്പറായിട്ടുണ്ട്. ഈ മനോഹരമായ ലെറ്ററിങ് ചെയ്തിരിക്കുന്നത് ശ്രുതി PS ആണ്. എൻ്റെ പേര് ശ്രുതി. ഞാൻ 3rd ഇയർ അപ്ലൈഡ് ആർട്ട് സ്റ്റുഡൻ്റ് ആണ് ഇവിടെ. ഇതിപ്പോൾ ചെയ്തിരിക്കുന്നത് മെൻസ്ട്രൽ കപ്പായിട്ട് ബന്ധപ്പെട്ട് ചെയ്തിരിക്കുന്ന ഒരു വർക്കാണ്. 3D ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഗ്രാഫിറ്റി വർക്ക് 2 കോർണറിലായിട്ട് ചെയ്തേക്കുന്ന ഒരു വർക്ക്. പക്ഷേ ഇത് കുറച്ച് ബാക്കിയിട്ട് ഇറങ്ങുമ്പോൾ നേരായിട്ട് വായിക്കുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിന് അനാമോർഫിക് ഇൻസ്റ്റലേഷൻ ആ ഒരു ഇതിൽ വരുന്ന ഒരു സംഭവമാണ് ഇത് വർക്ക്. പിന്നെ കളേഴ്സ് എന്ന് പറഞ്ഞാൽ വുമൺസ് ആയിട്ട് കുറച്ചും കൂടി ബന്ധപ്പെടാൻ വേണ്ടിയിട്ടാണ് ഈ ബ്രൈറ്റ് കളേഴ്സ് എടുത്തത്. ദൂരെ നിൽക്കുന്ന 2 പില്ലറുകളിൽ എഴുതിയിരിക്കുന്ന ലെറ്ററിങ് ഒരു പൊസിഷനിൽ വന്ന് വായിക്കുമ്പോൾ ഒറ്റ വാക്യമായിട്ട് 0 വേസ്റ്റ് പീരീഡ് എന്ന് കാണാൻ പറ്റും. അപ്പോൾ എനിക്കിവിടെ കണ്ടതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു വർക്ക് ഇതാണ്. ഫാത്തിമയാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഫാത്തിമേനെ അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയുന്നതാണ്. എന്ന് പറഞ്ഞാൽ ഒരു ഡയറക്ഷൻ ഇത് കണക്ട് ചെയ്യുന്നതാണ്. പെർസ്പെക്റ്റീവാണ് ഇത് ഞാൻ മെയിനായിട്ട് ഉദ്ദേശിച്ചത്. അത് സംഭവം ഈ ഒരു 3 വേർഡ് ഒരു ഡയറക്ഷനിൽ എങ്ങനെ റീഡ് ചെയ്യാൻ പറ്റുന്നുള്ള ആൾക്കാർക്ക് ഇതിലാണ് ഈ വർക്ക് ചെയ്യുക. ഇതേ പില്ലറിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും ഇതേ മെത്തേഡിൽ സ്റ്റേ ക്ലീൻ സേഫ് എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതും സൂപ്പറായിട്ടുണ്ട്. ഇതാണ് എൻ്റെ വർക്ക്. മെയിൻ അർത്ഥം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമല്ല, നമ്മളെ സ്ത്രീകൾ ഈവൻ എൻ്റെ ഒരു പഴയ ഒരു ഇതാണെങ്കിൽ പോലും പാഡൊക്കെ വാങ്ങാനും എനിക്ക് ഭയങ്കര മടിയായിരുന്നു. അപ്പോൾ അതൊരു ഇൻഡയറക്റ്റായിട്ടൊരു പണ്ടത്തെ ഒരു മലയാള ഭാഷയിൽ എഴുതിയെന്നേ ഉള്ളൂ ഇത്, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. ആ റെഡ് ഡോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഗേൾസിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഇതാക്കിയതാണ്. ഞാൻ റെഡ് ഡോട്ട് ഒരു പൊട്ട് എന്ന രീതിക്ക് ഇതാക്കിയതാണ്. എൻ്റെ പേര് ഷാമിൽ അബ്ദുൽ മജീദ്.
ഇതാണ് ഞാൻ ചെയ്ത വർക്ക്. ഇത് പൊല്യൂഷൻ ഒരു സൊല്യൂഷൻ, സേ ഹെലോ ടു മെൻസ്ട്രൽ കപ്പ് എന്നാണ് എഴുതിയിട്ടുള്ളത്. ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്ത ഡിസൈനും ഫോണ്ടും ആണ്. ഇത് മലയാളം ഇംഗ്ലീഷും മിക്സ് ആക്കിയുള്ള ഒരു വർക്കാണ്. പിന്നെ പൊല്യൂഷൻ ഒരു സൊല്യൂഷൻ ഉദ്ദേശിച്ചാൽ പൊല്യൂഷൻ ഉദ്ദേശിച്ച പാഡിനതാക്കിയിട്ടാണ്. കാരണം പാഡ് വൺ ടൈം യൂസ് ആയതുകൊണ്ട് തന്നെ അത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് നേരെ കളയാണ് ചെയ്യണത്. അപ്പോൾ അത് ഇങ്ങനെ എൻവയോൺമെൻറ്റിന് കുറേ ദോഷങ്ങൾ എന്തൊക്കെ ഉണ്ടായ ആ ഒരു പ്രശ്നം. പിന്നെ അതിൻ്റെ ഒരു സൊല്യൂഷൻ ആയിട്ടാണ് ഇപ്പോൾ ഈ മെൻസ്ട്രൽ കപ്പ് എന്നുള്ളൊരു സാധനം ഇറങ്ങിയിട്ടുള്ളത്. മെൻസ്ട്രൽ കപ്പ് നമുക്ക് മാക്സിമം 5 വർഷം വരെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു തീം വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ കളേഴ്സ് കൊടുത്തിട്ടുള്ളത് വെച്ചാൽ പൊല്യൂഷൻ നമ്മൾ ഡേഞ്ചർ എന്നുള്ള സാധനം ആയതുകൊണ്ട് തന്നെയാണ് റെഡ് കളർ ഞാൻ അതിന് കൊടുത്തത്. പിന്നെ സൊല്യൂഷൻ എന്ന് പറയുന്നത് സൊല്യൂഷൻ്റെ കളറും പിന്നെ കാംനെസ്, ആ ഒരു ഹാപ്പിനെസ് അങ്ങനെയൊക്കെ ഒരു ബന്ധപ്പെട്ടിട്ടാണ് ഞാൻ അതിന് യെല്ലോ കളർ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പം ഇതാണ് എൻ്റെ വർക്ക്. ഇത് എഴുതിയതെന്ന് പറഞ്ഞാൽ ചളിയിലാണ് എഴുതിയത്. ചെളി വെച്ചാണ് എഴുതിയത്. ഇത് മൊത്തം എക്കോ ഫ്രണ്ട്ലി രീതിയിൽ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്തത്. മെറ്റീരിയൽ ആണെങ്കിലും ക്ലോത്തും അതുപോലെ ബാമ്പുവും പ്ലാസ്റ്റിക് ആയിട്ടുള്ള ഒരു ഐറ്റംസും ഇല്ല. അപ്പം ഇത് U+me meant to be എന്നുള്ളതാണ് എഴുതിയത്. യു എന്നുള്ളത് ആ കപ്പിൻ്റെ ഷേപ്പിലാണ് ചെയ്തേക്കുന്നത്. U+me meant to be എന്നാണ്, ഒരുമിച്ചിരിക്കാനാണ് വിധിക്കപ്പെട്ടത് എന്നുള്ളതാണ് അതിന് അർത്ഥം വരുന്നത്. യുവർ ബെസ്റ്റ് പീരീഡ് ഓപ്ഷൻ മെൻസ്ട്രൽ കപ്പ് എന്നുള്ള രീതിയിൽ ഇവിടുത്തെ സ്റ്റുഡൻ്റ് ആയിട്ടുള്ള ജോമൻ വർഗീസിൻ്റെ ഒരു വർക്കാണ് ഇപ്പോൾ കണ്ടത്. അതുപോലെ തന്നെ നേരത്തെ കണ്ട പോലെ തന്നെ ലെറ്റർ വെച്ചിട്ട് ലൈറ്റ് കൊടുത്തേക്കുന്നത്. ലൈറ്റ് താഴെ നിന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇക്കോ പീരീഡ് കപ്പ് എന്നാണ് ഇതിൻ്റെ വർക്കിൻ്റെ ലെറ്ററാണ്. നേരത്തെ കണ്ടത് ബോക്സാണ്, അതുപോലെ ലൈറ്റ് മുകളിൽ നിന്നാണ്, ഇത് താഴെ നിന്നാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ പിള്ളേരുടെ ക്രിയേറ്റിവിറ്റി ആയിട്ടുള്ള വർക്കുകളും കാര്യങ്ങളൊക്കെ. ആ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്തേക്കാം, ഒന്ന് ഷെയർ ചെയ്തേക്കാം. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത സുഹൃത്തുക്കൾ ദയവായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലിയിലേക്ക് കൂടി വന്നേക്കാം കേട്ടോ.